So good evening. നമ്മൾ സബ് ജനറൽ എക്സാമിന്റെ ഇലക്ട്രോണിക്സ് പാർട്ട് നമ്പർ 8 വീഡിയോയിലേക്ക് നമ്മൾ പോവുകയാണ്. പാർട്ട് നമ്പർ 7 നമ്മൾ ഒപാമിന്റെ ബേസിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പാർട്ട് നമ്പർ 8 നമ്മൾ ഒപാമുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിലേക്ക് നമ്മൾ പോവുകയാണ്. വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ് ഡിഫറൻഷിയേറ്റിംഗ് സർക്യൂട്ടും ഇന്റഗ്രേറ്റിംഗ് സർക്യൂട്ടാണ്. അപ്പോൾ നമുക്ക് അതിന് ഹെഡിങ് കൊടുക്കാം, വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്. വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്. വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിൽ ഫസ്റ്റ് പറയുന്നത് നമ്മൾ ഡിഫറൻഷിയേറ്റിംഗ് സർക്യൂട്ട് ആണ്. ഡിഫറൻഷിയേറ്റിംഗ് സർക്യൂട്ട്. ഡിഫറൻഷിയേറ്റിംഗ് സർക്യൂട്ടിന്റെ ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രാമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പം ഡിഫറൻഷിയേറ്റിംഗ് സർക്യൂട്ട് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് ഇൻപുട്ട് അല്ലെ. ഡിഫറൻഷിയേറ്റിംഗ് സർക്യൂട്ട് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ദ എന്തായിരിക്കും ഡെറിവേറ്റീവ് ഓഫ് ഡി ബൈ ഡി ടി ഓഫ് ഇൻപുട്ട് വോൾട്ടേജ്. അപ്പം നമ്മൾ ഇതിനകത്ത് ഓർത്ത് വയ്ക്കുക, ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് ഇൻപുട്ട് വോൾട്ടേജ്. ഒരു തവണ PSC ചോദിച്ചൊരു ചോദ്യമാണ്, ഇഫ് ദ ഇൻപുട്ട് വോൾട്ടേജ് ഇസ് DC ആണെങ്കിൽ, ഇൻപുട്ട് വോൾട്ടേജ് DC ആണെങ്കിൽ, ഇഫ് ആൻ ഇൻപുട്ട് വോൾട്ടേജ് DC ഈസ് അപ്ലൈഡ് ടു എ ഡിഫറൻഷിയേറ്റർ, ഡിഫറൻഷിയേറ്ററിൽ കൊടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും വരിക? ഔട്ട്പുട്ട് വി ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എന്തായിരിക്കും DC വോൾട്ടേജ് അല്ലെ. DC വോൾട്ടേജ് നമുക്കറിയാം, DC വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് ആണ് അല്ലെ. അപ്പൊ എന്തായിരിക്കും വരിക? അതിന്റെ ഡി ബൈ ഡി ടി ഓഫ് കോൺസ്റ്റന്റ് എന്തായിരിക്കും വരിക? ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു 0 എന്ന് ഓർത്ത് വയ്ക്കാം. അപ്പൊ DC സിഗ്നൽ ആണെങ്കിൽ ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു 0 ആണെന്ന് നമ്മൾ ഓർത്ത് വയ്ക്കാം. സോ ഇതിനകത്ത് നമുക്ക് രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് എ ഡെറിവേറ്റീവ് ഓഫ് ദ ഇൻപുട്ട് വോൾട്ടേജ്. സെക്കൻഡ്, നമ്മൾ ഇവിടെ നോക്കി ഈ സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്, ഒരു RC സർക്യൂട്ട് ആണ് അല്ലെ. ഈ RC സർക്യൂട്ട് ടൈം കോൺസ്റ്റന്റ് എന്തായിരിക്കും? RC ആണ്, ടൈം R × C ആണ് ഇതിന്റെ RC സർക്യൂട്ട് ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ടൈം കോൺസ്റ്റന്റ് ഓഫ് RC സർക്യൂട്ട് ഈസ് R × C. അപ്പം സാധാരണ PSC എക്സാമിന് ചോദിക്കുകയാണ്, RL സർക്യൂട്ട് ടൈം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? L/R ആണ്. RC ഇതായിരിക്കും വരിക, R സർക്യൂട്ട് R × C ആയിരിക്കും വരിക. അപ്പം ഇപ്പൊ നമ്മൾ ഈ സർക്യൂട്ട് നമുക്ക് ഇന്റഗ്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. എന്തായിരിക്കും? ദ ടൈം കോൺസ്റ്റന്റ്, ദാറ്റ് മീൻസ് ടൈം കോൺസ്റ്റന്റ്, ദ ടൈം കോൺസ്റ്റന്റ് RC okay is smaller than time constant of input signal. RC is smaller than time constant of input signal. ടൈം കോൺസ്റ്റന്റ് ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ ഇൻപുട്ട് സിഗ്നൽ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ, എക്സ് നമ്മൾ കപ്പാസിറ്റർ ഉണ്ടല്ലോ, ഈ XC ദ റിയാക്ടൻസ് ഓഫേർഡ് ബൈ ദ കപ്പാസിറ്റൻസ് XC ഷുഡ് ബി 10 ടൈംസ് മോർ ദാൻ ദ വാല്യൂ ഓഫ് R. XC ഷുഡ് ബി 10 ടൈംസ് മോർ ദാൻ വാല്യൂ ഓഫ് R. അപ്പൊ ഇതൊക്കെ ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു പോയിന്റ് ആണ്. ഏതെങ്കിലും ഒരെണ്ണം പഠിക്കുക. ഇന്റഗ്രേറ്റ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇന്റഗ്രേറ്ററിലേക്ക് വരുന്നത്. അപ്പൊ ഏതെങ്കിലും ഒന്ന് പഠിക്കുക, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. അപ്പൊ വേവ് ഷേപ്പിംഗ് സർക്യൂട്ടിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഡിഫറൻഷിയേറ്റിംഗ് സർക്യൂട്ട് ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? ഡിഫറൻഷ്യൽ ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് ആണ്. DC വോൾട്ടേജ് ആണെങ്കിൽ എന്തായിരിക്കും വരിക? ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും അല്ലെ. RC പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഫോർ ഗെറ്റിംഗ് differential circuit അല്ലെ, differential output we have to satisfy two conditions. The time constant RC is smaller than the time constant RC of the circuit is smaller than the time constant of input voltage, and XC should be 10 times more than that of the value of the resistance R അല്ലെ. അതാണ് ഈ രണ്ട് കണ്ടീഷൻ. നമുക്ക് ഇതിന്റെ ഡെറിവേഷനോ അല്ലെങ്കിൽ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളോ നമുക്ക് ആവശ്യമില്ല. ഈ പോയിന്റ്സ് ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വയ്ക്കാം. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് പറയുമ്പോഴത്തേക്ക് എന്താ? ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് എ ഡെറിവേറ്റീവ് ഓഫ് ഇൻപുട്ട് വോൾട്ടേജ്. പിന്നെ നമുക്ക് ഈ ഡിഫറൻഷിയേറ്റർ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇൻപുട്ട് വേവ് സ്ക്വയർ വേവ് ആണെങ്കിൽ, ഇൻപുട്ട് ഈ സ്ക്വയർ വേവ്, ഇൻപുട്ട് സ്ക്വയർ വേവ് ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും വരിക? ഇറ്റ്സ് ഔട്ട്പുട്ട് ഈസ് ഇതായിരിക്കും ഷാർപ്പ് നാരോ പൾസസ് ആയിരിക്കും. ഷാർപ്പ് നാരോ പൾസ്. അപ്പം എന്തായിരിക്കും? നമ്മൾ ഒരു സ്ക്വയർ വേവ് ഇൻപുട്ട് ആണ് ഒരു ഡിഫറൻഷിയേറ്ററിൽ കൊടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും വരിക? ഷാർപ്പ് നാരോ പൾസ് എന്ന് ഓർത്ത് വയ്ക്കാം. പിന്നെ എന്തായിരിക്കും വരിക? ട്രയാങ്കുലർ വേവ് ആണെങ്കിൽ, ഇൻപുട്ട് ട്രയാങ്കുലർ വേവ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഇൻപുട്ട് ആൻഡ് ഇറ്റ് ഈസ് ഔട്ട്പുട്ട്. ഇൻപുട്ട് ട്രയാങ്കുലർ വേവ് ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും വരിക? ഔട്ട് ഇറ്റ് ഈസ് റെക്ടാങ്കുലർ വേവ് ആയിരിക്കും വരിക. ഡിഫറൻഷിയേറ്ററിന്റെ ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്തായിരിക്കും? ട്രയാങ്കുലർ വേവ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും വരിക? റെക്ടാങ്കുലർ വേവ് ആയിരിക്കും കിട്ടുക. പിന്നെ എന്തായിരിക്കും? സൈൻ വേവ് കൊടുത്താൽ സൈനിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും വരിക? കോസൈൻ വേവ് ആയിരിക്കും വരിക അല്ലെ. ഇറ്റ് ഈസ് കോസൈൻ വേവ്. സോ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഓർത്ത് വയ്ക്കാം. ഇതിനകത്ത് സ്ക്വയർ വേവും റെക്ടാങ്കുലർ വേവും ചോദിച്ചിട്ടുള്ളതാണ്. സ്ക്വയർ വേവും ട്രയാങ്കുലർ വേവ് കൊടുക്കുമ്പോഴത്തേക്ക് ഇന്റഗ്രേറ്ററിൽ ഡിഫറൻഷിയേറ്ററിൽ കൊടുക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് നമ്മൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളാണ്
ഡിഫറൻഷിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതായത് ടൈം കോൺസ്റ്റന്റ് സർക്യൂട്ടിന്റെ പാരാമീറ്റേഴ്സ് ഓർത്ത് വയ്ക്കുക. ദ ടൈം കോൺസ്റ്റന്റ് RC is smaller than the time constant of the input signal. Okay, പിന്നെ XC should be 10 times more than the value of R. പിന്നെ എന്തായിരിക്കും നമ്മൾ ഈ എക്സാമ്പിൾസും ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്റഗ്രേറ്റിംഗ് സർക്യൂട്ട് ആണ്. ഇന്റഗ്രേറ്റിംഗ് സർക്യൂട്ട് ഇന്റഗ്രേറ്റിംഗ് സർക്യൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ഔട്ട്പുട്ട് V is equal to integral of input voltage അല്ലെ, V into T. Integral of input voltage നമുക്ക് എന്ത് പറയാൻ പറ്റും, ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് പ്രൊപ്പോർഷണൽ ടു ദ ഇന്റഗ്രൽ ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ എന്തായിരിക്കും വരിക, മുന്നത്തെ കേസിൽ ആറും സിയും ആയിരുന്നു, ഇവിടെ എന്തായിരിക്കും വരിക, സോറി സിയും ആറും ആയിരുന്നു, ഇവിടെ എന്തായിരിക്കും ആറും. നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്ന ഔട്ട്പുട്ട് നമ്മൾ എന്തായിരിക്കും, ഡിഫറൻഷിയേറ്ററിൽ ഔട്ട്പുട്ട് എടുക്കുന്ന നമ്മൾ റെസിസ്റ്റൻസിന് അക്രോസ് ആയിരിക്കും, ഇന്റഗ്രേറ്റർ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് കപ്പാസിറ്റർ നെക്രോസ് ആയിട്ടായിരിക്കും. ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ഇവിടെ രണ്ട് ഇന്റഗ്രേറ്റർ, ഈ സർക്യൂട്ട് ഇന്റഗ്രേറ്റർ വർക്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇന്റഗ്രേറ്റർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എന്തായിരിക്കും, ഒന്നാമതായിരിക്കും വരിക, മറ്റേ നമ്മൾ മുന്നേ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ടൈം കോൺസ്റ്റന്റ് അല്ലെ, ദ ടൈം കോൺസ്റ്റന്റ് RC ഓഫ് ദ സർക്യൂട്ട് ഷുഡ് ബി വെരി മച്ച് ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും, ടൈം കോൺസ്റ്റന്റ് ഓഫ് ഇൻപുട്ട് സിഗ്നൽ. ടൈം കോൺസ്റ്റന്റ് ഓഫ് ഇൻപുട്ട് സിഗ്നൽ and the second one R അല്ലെ, റെസിസ്റ്റൻസ് R is very much greater than X. ഈ രണ്ട് കണ്ടീഷൻസും നമ്മൾ ഓർത്ത് വയ്ക്കുക. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ ഈ സർക്യൂട്ട് എന്ത് പറ്റത്തുള്ളൂ, ഇന്റഗ്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. ഇൻപുട്ട് എന്ന് പറയുന്നത് ഇത് ഇൻപുട്ട്, ഇത് ഔട്ട്പുട്ട്. നമ്മൾ ഡിഫറെന്റ് വേവ് ഫോംസ് കൊടുക്കുകയാണെങ്കിൽ ഇൻപുട്ട് എന്ന് പറയുന്നത് സ്ക്വയർ വേവ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും വരിക, ഇന്റഗ്രേറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഈസ് എ ട്രയാങ്കുലർ വേവ് ഔട്ട്പുട്ട് കിട്ടും. ട്രയാങ്കുലർ വേവ്. സ്ക്വയർ വേവ് ആണെങ്കിൽ ട്രയാങ്കുലർ വേവ്. പക്ഷെ നമ്മൾ ഡിഫറൻഷ്യറ്റ് ആണെങ്കിൽ സ്ക്വയർ വേവ് കൊടുത്താൽ നമുക്ക് നാരോ പൾസ് ആയിരിക്കും, ഷാർപ്പ് നാരോ പൾസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെ എന്തായിരിക്കും വരിക, രണ്ടാമത്തെ നമ്മൾ റെക്ടാങ്കുലർ വേവ് നമ്മൾ കൊടുത്താൽ നമുക്ക് ട്രയാങ്കുലർ വേവ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇൻപുട്ട് റെക്ടാങ്കുലർ വേവ് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് നമുക്ക് എന്ത് കിട്ടും, ട്രയാങ്കുലർ വേവ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ട്രയാങ്കുലർ വേവ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും എന്ന് ഓർത്ത് വയ്ക്കുക. ഒപ്പം എന്താണ് ഇന്റഗ്രേറ്റിംഗ് സർക്യൂട്ട്, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് ഇൻപുട്ട് സിഗ്നൽ ആയിരിക്കും. ഇതായിരിക്കും രണ്ട് കണ്ടീഷൻ, ടൈം കോൺസ്റ്റന്റ് RC ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ ടൈം കോൺസ്റ്റന്റ് ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ, R ഷുഡ് ബി വെരി മച്ച് ഗ്രേറ്റർ ദാൻ XC എന്ന് ഓർത്ത് വയ്ക്കുക. ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് ഇന്റഗ്രൽ ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന സർക്യൂട്ടാണ് ക്ലിപ്പിംഗ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ക്ലിപ്പിംഗ് സർക്യൂട്ട്. ക്ലിപ്പിംഗ് സർക്യൂട്ട് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, എ സർക്യൂട്ട് ഡെഫിനിഷൻ നമുക്ക് പറയാൻ പറ്റും. എന്തായിരിക്കും, എ സർക്യൂട്ട് ഇൻ വിച്ച് ദ വേവ് ഫോം ഈസ് ഷേപ്ഡ് ബൈ റിമൂവിങ് എ പോർഷൻ ഓഫ് ദ അപ്ലൈഡ് വേവ്. ക്ലിപ്പിംഗ് മീൻസ് റിമൂവ് ചെയ്ത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ദാറ്റ് മീൻസ് നമ്മളെ ഇൻപുട്ട് വോൾട്ടേജിനകത്ത് പോസിറ്റീവ് സൈക്കിളും നെഗറ്റീവ് സൈക്കിളും ഉണ്ട്. പക്ഷേ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഐഡിയൽ നമ്മൾ ഇതായിരിക്കും 0.7 മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് പാർട്ട് ക്ലിപ്പ് ചെയ്ത് പോയെന്ന് നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് മീൻസ് ക്ലിപ്പിംഗ് സർക്യൂട്ടിന്റെ ഡെഫിനിഷൻ കൊടുത്തു കഴിഞ്ഞാൽ എ സർക്യൂട്ട് ഇൻ വിച്ച് ദ വേവ് ഫോം ഈസ് ഷേപ്ഡ് അല്ലെ, എ സർക്യൂട്ട് in which the waveform is shaped, waveform is shaped by removing a portion of the applied wave. By removing a portion of the applied wave. അതിനാണ് നമ്മൾ ക്ലിപ്പിംഗ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്ലൈഡ് വേവ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ഇത് പോസിറ്റീവ് പാർട്ടില്ല, അതുകൊണ്ട് ഇതിൽ നമുക്ക് പോസിറ്റീവ് ക്ലിപ്പർ നമുക്ക് പറയാൻ പറ്റും. ക്ലിപ്പിംഗ് സർക്യൂട്ട് 3 തരത്തിലുണ്ട്. എന്തായിരിക്കും, ഒന്ന് പോസിറ്റീവ് ക്ലിപ്പർ ഉണ്ട്, നെക്സ്റ്റ് ഈസ് ബയാസ്ഡ് ക്ലിപ്പർ ഉണ്ട്, പിന്നെന്താ കോമ്പിനേഷൻ ക്ലിപ്പർ ഉണ്ട്. കോമ്പിനേഷൻ ക്ലിപ്പർ. സോ ക്ലിപ്പർ 3 തരത്തിൽ, പോസിറ്റീവ് ക്ലിപ്പർ, ബയാസീവ് ക്ലിപ്പർ ആൻഡ് കോമ്പിനേഷൻ ക്ലിപ്പർ. അപ്പൊ നമുക്ക് ഇതിന്റെ ലോഡ് റെസിസ്റ്റൻസ്, അപ്പം ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും, ഔട്ട്പുട്ട് വോൾട്ടേജ് V ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടെന്ന് കൂടെ അസ്യൂം ചെയ്യുക. ലോഡ് എടുക്കുന്ന നമ്മൾ ഒരു റെസിസ്റ്റൻസിനെ ക്രോസ് ആയിട്ടാണ് നമ്മൾ ലോഡ് എടുക്കുന്നതെങ്കിൽ ഇവിടുത്തെ ലോഡ് റെസിസ്റ്റൻസ് RL ആണെങ്കിൽ ഇതായിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ് V ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, -RL ഡിവൈഡ് ബൈ RL പ്ലസ് R ഇൻറ്റു ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ ഇപ്പൊ നമുക്ക്
ഇഫ് RL is very much greater than R ആണെങ്കിലോ, RL is very much greater than R ആണെങ്കിൽ നമുക്ക് R നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. V output is equal to മൈനസ് V എന്ന് നമുക്ക് പറയാൻ പറ്റും. അതൊന്നുമില്ല, നമ്മൾ സാധാരണ റെക്ടിഫിക്കേഷൻ ആക്ഷൻ മാത്രമേ ഉള്ളൂ. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കണ്ടക്ട് ചെയ്യും. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ഡയോഡ് ഫോർവേഡ് ബയാസ് ആവും, ഡയോഡിൽ കൂടെ കണ്ടക്ട് ചെയ്യും. ഈ RL എന്ന് പറയുന്ന ലോഡിൽ കൂടെ കറണ്ട് പോകില്ല, വോൾട്ടേജ് വരില്ല. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോഴത്തേക്ക് എന്താ, ഡയോഡ് റിവേഴ്സ് ബയാസ് ആവും, ഈ ഔട്ട്പുട്ട് റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് നമുക്ക് വോൾട്ടേജ് കിട്ടും. അതാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ കേസ് നോക്കി, ഇത് ബയാസ്ഡ് ക്ലിപ്പിംഗ് ആണ്. പോസിറ്റീവ് ബയാസ്ഡ് ഉണ്ട്, നെഗറ്റീവ് ബയാസ്ഡ്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് ബയാസ് ക്ലിപ്പിംഗ് ആണെങ്കിൽ ഇവിടെ ഒരു വോൾട്ടേജ് V ഉണ്ട്. നോക്കിയേ, നമ്മൾ ആ ഫിഗർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാൻ പറ്റും. ഈ ഡയോഡ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു അസംബ്ലിയിൽ അല്ലെങ്കിൽ ഈ ഒരു സർക്യൂട്ടിൽ നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയോഡ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ കണ്ടീഷൻ ഉണ്ട്. എപ്പോഴാണോ എന്തായിരിക്കും ഇൻപുട്ട് വോൾട്ടേജ് അല്ലെ, ഇഫ് ദ ഇൻപുട്ട് വോൾട്ടേജ് ഇസ് ഗ്രേറ്റർ ദാൻ ദ V, ഇവിടെ ഒരു വോൾട്ടേജ് V ഉണ്ട്. ഈ വിയെ കാട്ടിയും എപ്പോഴാണോ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് കൂടുന്നത് ആ സമയത്ത് മാത്രമേ എന്ത് വരുത്തുള്ളൂ, ഡയോഡ് കണ്ടക്ട് ആവത്തുള്ളൂ. അപ്പൊ ആ സമയം വരെ എന്തായിരിക്കും, ഇഫ് ഇൻപുട്ട് വോൾട്ടേജ് ലെസ് ദാൻ V ആണെങ്കിൽ, ഇവിടുത്തെ ഈ വോൾട്ടേജ് കൂടുതലാണെങ്കിൽ എന്തായിരിക്കും, ഈ വോൾട്ടേജ് മൂലം ഈ ഡയോഡ് റിവേഴ്സ് ബയാസ് ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. എപ്പോഴാണോ എന്റെ ഇൻപുട്ട് വോൾട്ടേജ് ഇവിടുത്തെ ഈ വോൾട്ടേജിനെ കാട്ടി കൂടുതലാവുന്നത് ആ സമയത്ത് മാത്രമേ ഡയോഡ് കണ്ടക്ട് ചെയ്ത് എന്ത് ചെയ്യുന്നത്, ഡയോഡിൽ കൂടി കറണ്ട് പാസ് ചെയ്യത്തുള്ളൂ. അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. സോ എപ്പോഴാണോ ഈ വോൾട്ടേജ് V കഴിയുന്നത് ആ സമയത്തായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ സമയത്ത് ഡയോഡിൽ കൂടെ പാസ് ചെയ്യും, എനിക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. ഇവിടുത്തെ റെസിസ്റ്റൻസിനെ ഇവിടെ റെസിസ്റ്റൻസ് വെച്ചാൽ റെസിസ്റ്റൻസ് അക്രോസ് എന്ത് ചെയ്യത്തില്ല, റെസിസ്റ്റൻസ് കൂടെ അക്രോസ് ആയിട്ട് നമുക്ക് വോൾട്ടേജ് കിട്ടത്തില്ല. ആ വോൾട്ടേജ് അതിൻ്റെ കൂടെ പോകും, ഈ ഡയോഡിൽ കൂടെ ആയിരിക്കും പാസ് ചെയ്ത് പോകും. ആണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ് ബയാസ് ക്ലിപ്പർ എന്ന് പറയുന്നത്. സോ ഇത് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, നമ്മൾ അറിഞ്ഞിരിക്കുക. വേവ് ഷേപ്പിംഗ് നെറ്റ് സർക്യൂട്ട് ചോദിക്കുകയാണെങ്കിൽ ക്ലിപ്പിംഗ് സർക്യൂട്ട്. പിന്നെ ഇതിന്റെ നമ്മൾ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ പറ്റി നമുക്ക് നോക്കാം. അടുത്തതാ ക്ലാമ്പർ സർക്യൂട്ട്. ക്ലാമ്പർ സർക്യൂട്ടിനകത്ത് ചോദിച്ചു ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ക്ലാമ്പർ സർക്യൂട്ട്, ക്ലാമ്പർ സർക്യൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, സർക്യൂട്ട് ദാറ്റ് plays positive or negative peak at a desired DC level. Circuit that plays positive or negative peak, positive or negative peak at a desired DC level. At a desired DC level. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലാമ്പർ സർക്യൂട്ട് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നോക്കി ഈ ക്ലാമ്പർ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കപ്പാസിറ്റി, ഇതാണ് ഇതൊരു പോസിറ്റീവ് ക്ലാമ്പറിന്റെ സർക്യൂട്ട് ആണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇൻപുട്ട് വോൾട്ടേജ് ഉണ്ട്. ഈ ഇൻപുട്ട് വോൾട്ടേജിന്റെ പീക്ക് ടു നമ്മളൊരു എക്സാമ്പിൾ വെച്ച് വരച്ചു കഴിഞ്ഞാൽ, ശരി ഫോർ എക്സാമ്പിൾ നമ്മളൊരു വോൾട്ടേജ് ആണെങ്കിൽ ഇതിന്റെ 5 വോൾട്ട്, ഇത് 5 വോൾട്ട് ആണ് അല്ലെ, ഇത് -5 വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ പീക്ക് ടു പീക്ക് എത്ര ആയിരിക്കും വരിക, പീക്ക് ടു പീക്ക് ഈസ് ഈക്വൽ ടു 10 വോൾട്ട് നമുക്ക് കിട്ടും അല്ലെ. The peak to peak voltage is equal to 10 volt നമുക്ക് കിട്ടും. ഇതൊരു പോസിറ്റീവ് ക്ലാമ്പർ ആകുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെയായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്, ഈ രൂപത്തിലായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ദാറ്റ് മീൻസ് എന്തായിരിക്കും, ഈ പൊസിഷൻ അതായത് ദിസ് പൊസിഷൻ ഈസ് ഷിഫ്റ്റഡ് അല്ലെ. ദാറ്റ് മീൻസ് സർക്യൂട്ട് ദാറ്റ് പ്ലേസ് ദ പോസിറ്റീവ് ഓർ നെഗറ്റീവ് പീക്ക് അറ്റ് എ ഡിസൈർഡ് DC ലെവൽ, ഒരു ലെവലിലേക്ക് ക്ലാമ്പ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഇവിടെ നോക്കി, ഇവിടെ പോസിറ്റീവ് ഷിഫ്റ്റിംഗ് ആണ് സംഭവിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം എന്തായിരിക്കും വരിക, ഈ വോൾട്ടേജ് എന്തായിരിക്കും 10 വോൾട്ട് തന്നെ ആയിരിക്കും. പക്ഷേ എന്തായിരിക്കും, പീക്ക് വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ട്, ആവറേജ് വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇത് ക്ലാമ്പർ ചേഞ്ചസ്. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ പീക്ക് വാല്യൂ എത്ര ആയിരുന്നു, 5 വോൾട്ട് ആയിരുന്നു. പക്ഷെ ഇവിടെ എന്തായിരിക്കും വരിക, ഇവിടുത്തെ പീക്ക് വാല്യൂ എത്ര ആയിരിക്കും, 10 വോൾട്ട് ആയി. therefore ക്ലാമ്പർ ചേഞ്ചസ് ആരൊക്കെ ആയിരിക്കും, ക്ലാമ്പർ ചേഞ്ചസ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഒന്നാമത്തത് പീക്ക് വാല്യൂ, പിന്നെ രണ്ടാമത്തെ എന്തായിരിക്കും വരിക, രണ്ടാമത്തത് ആവറേജ് വാല്യൂ അല്ലെ, ആവറേജ് വാല്യൂ. പക്ഷേ പീക്ക് ടു പീക്ക് വാല്യൂവിൽ ചേഞ്ച് ഇല്ല. കാര്യം എന്തായിരിക്കും വരിക, ഇത് 10 0 - 10 വോൾട്ട് തന്നെ കിട്ടും. ദാറ്റ് മീൻസ് there is no change in the peak to peak value. പീക്ക് ടു പീക്ക് വാല്യൂ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, പീക്ക് വാല്യൂ മാറുന്നുണ്ട്, ആവറേജ് വാല്യൂ മാറുന്നുണ്ട്. പീക്ക് ടു പീക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ 5 + 5 നോക്കിയാൽ മതി 10 വോൾട്ട് കിട്ടും. പക്ഷെ ഇവിടുത്തെ പീക്ക് വാല്യൂ 5 വോൾട്ട് ആണ്. ഇവിടുത്തെ പീക്ക് വാല്യൂ എത്ര ആയിരിക്കും വരിക, 10 വോൾട്ട് ആയിരിക്കും ഇവിടുത്തെ പീക്ക് വാല്യൂ വരിക. അപ്പൊ പീക്ക് വാല്യൂ മാറുന്നുണ്ട്, പക്ഷേ പീക്ക് ടു പീക്ക് വാല്യൂ സെയിം ആയിട്ട് നിൽക്കുന്നുണ്ടെന്ന് ഓർത്ത് വയ്ക്കാം. അപ്പം ഒരു ക്ലാമ്പിംഗ് സർക്യൂട്ടിനകത്ത് ചേഞ്ച് ചെയ്യുന്ന ആരെന്ന് വെച്ചാൽ പീക്ക് വാല്യൂവും ആവറേജ് വാല്യൂവാണ് ചേഞ്ച് ആവുന്നത്. പിന്നെ എന്തായിരിക്കും, പീക്ക് ടു പീക്ക് വാല്യൂ സെയിം ആയിട്ട് തന്നെ ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും നിൽക്കുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കും. സോ അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒപ്പാമ്പിനെ പറ്റിയിട്ടാണ്. ഒപ്പാമ്പിനെ നമ്മൾ ലാസ്റ്റ് ക്ലാസ് അതിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഒപ്പാമ്പ് നമുക്കറിയാം. ഒപ്പാമ്പിന്റെ അകത്ത് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും,
ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് അല്ലെ, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ദാറ്റ് മീൻസ് ആംപ്ലിഫയർ ദാറ്റ് അക്സെപ്റ്റ് ടു ഇൻപുട്ട്, V1 V2 എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിനെ അക്സെപ്റ്റ് ചെയ്യും. നമുക്ക് ഔട്ട്പുട്ട് എന്തായിരിക്കും വരിക, ഒരു സിംഗിൾ ഔട്ട്പുട്ട് കിട്ടും. ദാറ്റ് ഈസ് A × V1 - V2 ആയിരിക്കും അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. വേറെ A ഇസ് ദ ഗെയിൻ ആണ് എന്നുള്ള കാര്യം നമ്മൾ ഓർത്ത് വയ്ക്കാം. അപ്പൊ നമ്മളിവിടെ നോക്കിയേ, അപ്പൊ നമ്മള് ഒരു ഒപാമ്പിനെ പറ്റി നമ്മൾ പറയുക, 2 ഇൻപുട്ട് ഉണ്ട്. പിന്നെ എന്തായിരിക്കും പവർ സോഴ്സ് അല്ലേ, +5 വോൾട്ട് ആണെങ്കിൽ ഇത് +5 വോൾട്ട്, ഇത് -5 വോൾട്ട്. ഇത് ഔട്ട്പുട്ട് വോൾട്ടേജ് V0 ആണ്. അപ്പൊ നമുക്ക് 2 ടെർമിനൽ ഉണ്ട് അല്ലെ, നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഉണ്ട്, ഇൻവേർട്ടിംഗ് ടെർമിനൽ ഉണ്ട്. അപ്പൊ നമ്മൾ കൊടുക്കുന്നത് ഇപ്പൊ പോസിറ്റീവ്, നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ, ഇൻവേർട്ടിംഗ് ടെർമിനൽ ആണെങ്കിൽ എന്തായിരിക്കും വരിക, നെഗറ്റീവ് ആണ്. നെഗറ്റീവ് കൊടുക്കുമ്പോഴത്തേക്ക് എന്താ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും വരിക. ദാറ്റ് മീൻസ് ഇവിടാണ് നമ്മൾ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ നമ്മൾ ഇൻപുട്ട് കൊടുത്തു, നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ നമ്മൾ ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലെ, ഔട്ട് ഓഫ് ഫേസ്. അടുത്ത് നമ്മൾ നോക്കിയേ, ഇവിടെ ഇൻപുട്ട് ടു എവിടെ ആയിരിക്കും വരിക, നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ. അങ്ങനെയാണെങ്കിൽ ദാറ്റ് മീൻസ് പോസിറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക, ഔട്ട്പുട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് ഇൻ ഫേസ് ആയിട്ടായിരിക്കും കിട്ടുന്നത് അല്ലെ. ഇൻപുട്ടിന്റെ അതേ ഷേപ്പ് തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പം നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഈസ് ഔട്ട് ഓഫ് ഫേസ് ബൈ 180 ഡിഗ്രി എന്ന് നമ്മൾ ഓർത്ത് വയ്ക്കാം. അപ്പം ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഫ്രം എ വോൾട്ടേജ് ഒപാമ്പ്, അത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് 3 സ്റ്റേറ്റ്മെന്റ് ഓർത്ത് വയ്ക്കാം. The output voltage from op-amp depends on, output voltage from of an op-amp depends on what? First one, voltage gain of op-amp, and the second one, polarity relation between V1 and V2, relation between V1 and V2, and the third one, value of supply voltage, അപ്പൊ നമ്മള് വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, നമ്മൾ ഫസ്റ്റ് നമുക്ക് എടുത്ത് നോക്കാം. വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒപാമ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക, ഇറ്റ് യൂസസ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കും അല്ലെ. ഇറ്റ്സ് എ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ആണ്, നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ പറയുകയാണ്, നമ്മൾ ഒപാമ്പ് ആംപ്ലിഫയർ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഔട്ട്പുട്ട് ആണ്, പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. പോസിറ്റീവ് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്, ഔട്ട്പുട്ട് നമ്മൾ ഇത് ഫീഡ്ബാക്ക് RF ആണ്. അപ്പൊ നമ്മൾ നോക്കിയേ, ഇപ്പൊ നമുക്ക് വിത്തൗട്ട് ഫീഡ്ബാക്ക് ആണെങ്കിൽ ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയാൻ പറ്റുന്നത്, ഫീഡ്ബാക്ക് ആൻഡ് ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഈസ് ഈക്വൽ ടു A ഓപ്പൺ ലൂപ്പ് എന്ന് ഞാൻ പറയാണ്. ഇത് ഓപ്പൺ ലൂപ്പ് ഗെയിൻ അല്ലെ, വിത്തൗട്ട് ഫീഡ്ബാക്ക്. അപ്പൊ നമ്മൾ നോക്കിയേ, ഇപ്പൊ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇൻപുട്ട് ഔട്ട്പുട്ട് അല്ലെ. അപ്പം നമുക്കറിയാം നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നെഗറ്റീവ് ഫീഡ്ബാക്ക് ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്തായിരിക്കും, ഗെയിൻ കുറയും അല്ലെ, പക്ഷെ ഗെയിൻ സ്റ്റെബിലിറ്റി കൂടുതലാണ്. അപ്പം ദാറ്റ് മീൻസ് ഒപാമ്പിന്റെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് ഒപാമ്പ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഫ്രം ഒപാമ്പ് ഡിപെൻഡ്സ് അപ്പോൺ ദ വോൾട്ടേജ് ഗെയിൻ. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും വരിക, വോൾട്ടേജ് ഗെയിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഫീഡ്ബാക്ക് എന്തായിരിക്കും, നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്തായിരിക്കും വരിക, അവിടെ ഗെയിൻ കുറവായിരിക്കും അല്ലെ. ദാറ്റ് മീൻസ് we are using op-amp, we are using the negative feedback, therefore the gain is reduced. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും that the gain is reduced, and also if the gain is reduced, the output voltage also reduces അല്ലെ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും, so the output voltage depends upon the voltage gain of the op-amp നമുക്ക് പറയാൻ പറ്റും അല്ലെ. വോൾട്ടേജ് ഗെയിൻ റെഡ്യൂസ് ആവുന്നുണ്ട്, therefore നമുക്ക് എന്തായിരിക്കും പറയാ, therefore the output voltage also depends upon the voltage gain because op-amp is using the negative feedback. അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് എന്തായിരിക്കും, ഗെയിൻ കുറയുന്നത് പക്ഷെ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. അതാണ് ആ ഒരു പോയിന്റ് നമ്മൾ ഓർത്ത് വയ്ക്കുക. അതായത് ഇപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി, ഔട്ട്പുട്ട് വോൾട്ടേജ് ഫ്രം op-amp ഡിപെൻഡ്സ് upon വോൾട്ടേജ് ഗെയിൻ ഓഫ് op-amp അല്ലെ. അടുത്തെന്താ, പൊളാരിറ്റി റിലേഷൻ ബിറ്റ്വീൻ V1 and V2. നോക്കിയേ, next is polarity relation between V1 and V2. Polarity relation between V1 and V2. നമുക്കറിയാം എന്തെന്ന് പറയുന്നത്, നമുക്ക് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണല്ലോ ഒപാമ്പിന്റെ പ്രധാനപ്പെട്ട പാർട്ട് എന്ന് പറയുന്നത്, ഇൻപുട്ട് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, V1 - V2 ആണ് അല്ലെ. അപ്പം V1 - V2 എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും പോസിറ്റീവ് വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക.
അല്ലെങ്കിൽ V1 മൈനസ് V2 നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? നമുക്ക് കിട്ടുന്നത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പൊ നോക്കിയാൽ നമുക്ക് നോക്കാം. ഇഫ് V1 ഈസ് ഈക്വൽ ടു 6 വോൾട്ടും അല്ലെ V2 ഈസ് ഈക്വൽ ടു 4 വോൾട്ടും ആണെങ്കിൽ നോക്കിയേ, when V2 ഈസ് ഈക്വൽ ടു 4 വോൾട്ട് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? therefore ഇൻപുട്ട് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 6 അല്ലെ V1 ഈസ് ഈക്വൽ ടു 6, V2 ഈസ് ഈക്വൽ ടു 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 വോൾട്ട് നമുക്ക് കിട്ടും അല്ലെ. ഇഫ് V1 ഈസ് ഈക്വൽ ടു 0 വോൾട്ട് ആൻഡ് V2 ഈസ് ഈക്വൽ ടു +2 വോൾട്ട് ആണെങ്കിൽ എന്തായിരിക്കും വരിക? Vin ഈസ് ഈക്വൽ ടു 0 minus 2 വോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ആൾസോ V1 ഈസ് ഈക്വൽ ടു -1, V2 ഈസ് ഈക്വൽ ടു -3 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? Vin ഈസ് ഈക്വൽ ടു V1 മൈനസ് ഓഫ് -3, ദാറ്റ് ഈസ് ഈക്വൽ ടു +2 വോൾട്ട് എന്ന് കിട്ടും. അപ്പൊ നമുക്ക് പറയാൻ പറ്റും that means output also depends upon the polarity of the voltage. വോൾട്ടേജിന്റെ പൊളാരിറ്റി മാറുന്നതനുസരിച്ചിട്ട് അത് കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡ് മാറും, അതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പൊളാരിറ്റി ആൻഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വോൾട്ടേജ് ഗെയിൻ. നമ്മൾ നോക്കിയാൽ ദ വാല്യൂ ഓഫ് ദ സപ്ലൈ വോൾട്ടേജ്, നമുക്കറിയാം ഡിഫറെന്റ് വോൾട്ടേജസ് സപ്ലൈ വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ അല്ലെ. എന്തായിരിക്കും? ±15 വോൾട്ട് ഉണ്ട്, ±12 വോൾട്ട് ഉണ്ട്, ±18 വോൾട്ട് ഉണ്ട്. അപ്പോ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ആൻ ഓപ്പ് ആംപ് അല്ലെ എന്തായിരിക്കും? The output voltage of op amp also depends on എന്തായിരിക്കും? സപ്ലൈ വോൾട്ടേജ്. It also depends on supply voltage. സപ്ലൈ വോൾട്ടേജിന്റെ ചോയ്സ് ഏതൊക്കെയായിരിക്കും? ±15 വോൾട്ട് ഉണ്ട്, ±12 വോൾട്ട് ഉണ്ട്, ±18 വോൾട്ട്. These are the different voltages അല്ലെ. ഇതിൽ നമ്മൾ എന്ത് പറയുന്നത്? These voltages are called saturation voltages എന്ന് നമ്മൾ പറയുന്നത്. These voltages are called saturation voltages നമ്മൾ പറയുന്നുണ്ട്. Therefore നമ്മൾക്ക് പറയാൻ പറ്റുന്ന ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ അല്ലെ, ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സപ്ലൈ വോൾട്ടേജ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഫോർ എക്സാമ്പിൾ വി സാച്ചുറേഷൻ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു, ഞാൻ പറയാണ് 15 വോൾട്ട് ആണെങ്കിൽ അല്ലെ, അപ്പം ഞാൻ എടുക്കുന്ന വോൾട്ടേജ് 15 വോൾട്ട് ആണെങ്കിൽ സാച്ചുറേഷൻ വോൾട്ടേജ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? 15 ±2 ആയിരിക്കും വരിക. അപ്പൊ നമുക്ക് നോക്കാം. അതിനൊരു പ്ലസ് വി സാറ്റ് ആണെങ്കിൽ എന്തായിരിക്കും വരിക? പ്ലസ് വി സപ്ലൈ അല്ലെ, പ്ലസ് വി സപ്ലൈ ±2 നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഇപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ ദാറ്റ് മീൻസ് ഈ V സാച്ചുറേഷൻ ഈസ് ഈക്വൽ ടു ±15 വോൾട്ട് ആണെങ്കിൽ എന്തായിരിക്കും വരിക? +or-15 -or+2 വോൾട്ട്. അങ്ങനെ നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഇഫ് V1 ഈസ് ഈക്വൽ ടു 45 വോൾട്ടും V2 ഈസ് ഈക്വൽ ടു ഇത്ര ആയിരിക്കും വരിക? 10 വോൾട്ടോ എന്ന് വിചാരിക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന സാച്ചുറേഷൻ വോൾട്ടേജ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? +or-15 വോൾട്ട് ആണ് നമ്മൾ ഓപ്പ് ആമ്പിന് കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ട്, ഓപ്പ് ആമ്പിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ +or- വോൾട്ടേജ് കൊടുക്കത്തില്ല, അത് 15 വോൾട്ട് ആണെങ്കിൽ നമുക്കറിയാം ഇതെന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് എന്ത് കിട്ടും? Vin ഈസ് ഈക്വൽ ടു V1 മൈനസ് 5V2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 45 മൈനസ് 10, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 35 വോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എത്ര ആയിരിക്കും നമുക്ക് കിട്ടുന്നത്? ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഓൺലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സാച്ചുറേഷൻ വോൾട്ടേജ്. സാച്ചുറേഷൻ വോൾട്ടേജ് എത്ര? നമ്മൾ യൂസ് ചെയ്യുന്ന പവർ സപ്ലൈ 15 വോൾട്ട് ആണെങ്കിൽ 15 ±2 വോൾട്ട്. ദാറ്റ് മീൻസ് എത്ര ആയിരിക്കും? ഒന്നുകിൽ +2 17 ആവാം, അല്ലെങ്കിൽ എന്തായിരിക്കും? 13 ആവാം. ദാറ്റ് മീൻസ് 35 വോൾട്ട് ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നെങ്കിലും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എത്രയാവുള്ളൂ? 17 13 ആയിരിക്കും. ദാറ്റ് മീൻസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ദ ഓപ്പ് ആംപ് ഇറ്റ് ഈസ് ആൾസോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വാട്ട്? ഓൺ ദ സപ്ലൈ വോൾട്ടേജ്. സോ ഇതാണ് നമുക്ക് പറയാനുള്ളത്. മൂന്ന് കാര്യങ്ങൾ: ദ ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ സപ്ലൈ വോൾട്ടേജ്, ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പൊളാരിറ്റി, ആൻഡ് ദ ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വോൾട്ടേജ് ഗെയിൻ. ഓക്കെ, അടുത്ത് നോക്കിയേ. അടുത്ത് നമ്മൾ മനസ്സിലാക്കുള്ളത് സ്ലൂ റേറ്റ്. Slow rate. Slow rate means how fast the output can change. How fast the output can change. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ലൂ റേറ്റ് എന്ന് പറയുന്നത്. How fast the output can change. അതിന്റെ മെഷർ ചെയ്യുന്ന വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ്സ് ആയിരിക്കും നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്? നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ if slew rate is equal to 0.5 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ്സ് ആണെങ്കിൽ ഇതായിരിക്കും വരിക ഔട്ട്പുട്ട് ചേഞ്ച് ഫോർ എവര്. ഔട്ട്പുട്ട് ചേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? 0.5 വോൾട്ട് ഫോർ എവര് 1 മൈക്രോ സെക്കൻഡ് അല്ലെ, എവര് 1 മൈക്രോ സെക്കൻഡ്സ് നമുക്ക് പറയാൻ പറ്റും. അത് ഓർത്ത് വയ്ക്കാം. പിന്നെ മാക്സിമം ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി, അത് ഇമ്പോർട്ടന്റ് ആണ്. മാക്സിമം ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? സ്ലൂ റേറ്റ് ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു വി പീക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റും, ടെക്സ്റ്റുകൾ നോക്കിയാൽ കാണാൻ പറ്റും. സ്ലൂ റേറ്റ് ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു വി പി എന്നായിരിക്കും കൊടുക്കുക. ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി എഫ് എന്ന് പറയുന്നത്. എഫ് ഈസ് ഈക്വൽ ടു സ്ലൂ റേറ്റ് ഡിവൈഡ് ബൈ 2π വി പി നമുക്ക് ഓർത്ത് വയ്ക്കാം. ഓക്കെ,
സോ ഇത്രയാണ് നമുക്ക് സ്ലൂ റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഹൗ ഫാസ്റ്റ് ദ ഔട്ട്പുട്ട് ക്യാൻ ചേഞ്ച്, അതിനെയാണ് നമ്മൾ സ്ലൂ റേറ്റ് എന്ന് പറയുന്നത്. അതെന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, അതിനെ നമ്മൾ റെപ്രസെന്റ് വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ്സിലായിരിക്കും. അപ്പൊ സ്ലൂ റേറ്റ് 0.5 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ്സ് പറഞ്ഞാൽ എന്താണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ ചിലപ്പോൾ സ്ലൂ റേറ്റും പീക്ക് വോൾട്ടേജ് തന്നിട്ടുണ്ടെങ്കിൽ മാക്സിമം ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസും നമ്മൾ ഓർത്ത് വയ്ക്കുക. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നോക്കാനുള്ള പോയിന്റ് ആണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. കുറച്ച് തിയറി പാർട്ടാണ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. എന്താണ് ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്? ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ. ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ഓപ്പ് ആംപ് ആസ് ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് ഇൻവെർട്ടിംഗ് ടെർമിനൽ നെഗറ്റീവിലായിട്ട് കൊടുക്കുന്നത് പോസിറ്റീവ് ഗ്രൗണ്ട് ആണ്, RF ഫീഡ്ബാക്ക് ആണ്, ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഔട്ട് ആണ്. ദെയർഫോർ എന്തായിരിക്കും അതിന്റെ ക്ലോസ് ലൂപ്പ് ഗെയിൻ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക, മൈനസ് RF ഡിവൈഡ് ബൈ, അല്ലെങ്കിൽ വോൾട്ടേജ് ഗെയിൻ ഈസ് ഈക്വൽ ടു മൈനസ് RF ഡിവൈഡ് ബൈ RI എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ ACL, ദാറ്റ് മീൻസ് ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എന്തായിരിക്കും, ഓപ്പൺ ലൂപ്പ് ഗെയിൻ. ഈ ഇക്വേഷനകത്ത് ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്തെങ്കിലും വന്നു വരുന്നുണ്ടോ? രണ്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂസ് മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ ബൈ അഡ്ജസ്റ്റിംഗ് ദ വാല്യൂ ഓഫ് RF ആൻഡ് RI വി ക്യാൻ ഇൻക്രീസ് ദ ഗെയിൻ നമുക്ക് പറയാൻ പറ്റും. പിന്നെ എന്തായിരിക്കും ഇതിന്റെ രണ്ടാമത്തെ ഫീച്ചേഴ്സ് എന്താ, ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്നത് ഇൻപുട്ട് എന്ന് പറയുന്നത് ഇൻവെർട്ടിംഗ് ടെർമിനൽ ആകുമ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ഔട്ട്പുട്ട് ആയിരിക്കും. അതും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ആ പോയിന്റും ഓർത്ത് വയ്ക്കുക അല്ലെ. മൂന്നാമത്തത് ഇഫ് RF ഈസ് ഈക്വൽ ടു RI ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, ഇഫ് RF ഈസ് ഈക്വൽ ടു RI ആണെങ്കിൽ വോൾട്ടേജ് ഗെയിൻ AF ഈസ് ഈക്വൽ ടു മൈനസ് RF ഡിവൈഡ് ബൈ RI ആണ്. ഇഫ് RF ഈസ് ഈക്വൽ ടു RI ആണെങ്കിൽ AV ഈസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. therefore we can attain the unity gain നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും. ആ പോയിന്റ് ഓർത്ത് വയ്ക്കുക. അടുത്ത പോയിന്റ് എന്താ, ഇഫ് RF ഈസ് ഈക്വൽ ടു 10 ടൈംസ് RI ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും വരിക, AV ഈസ് ഈക്വൽ ടു മൈനസ് 10 ടൈംസ് RI ഡിവൈഡ് ബൈ RI. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് കോൺസ്റ്റന്റ് ഗെയിൻ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഓർത്ത് വയ്ക്കുക, ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ പ്രൊവൈഡ്സ് എന്തായിരിക്കും, കോൺസ്റ്റന്റ് വോൾട്ടേജ് ഗെയിൻ. ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ പ്രൊവൈഡ്സ് കോൺസ്റ്റന്റ് വോൾട്ടേജ് ഗെയിൻ. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്ത് വയ്ക്കുക. ഈ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിനകത്ത് ഒരിക്കലും ഓപ്പൺ ലൂപ്പ് ഗെയിൻ പിക്ചറിലേ വരുന്നില്ല. പിന്നെ എന്തായിരിക്കും വരിക, 180 ഔട്ട്പുട്ട് ഈസ് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. ഓപ്പൺ ലൂപ്പ് ഗെയിന്റെ എന്തായിരിക്കും, ക്ലോസ് ലൂപ്പ് ഗെയിൻ ഇക്വേഷൻ മൈനസ് RF ഡിവൈഡ് ബൈ RI ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. വെറും ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമായിരിക്കും ഉണ്ടാവുക. രണ്ട് റെസിസ്റ്റൻസ് മാത്രമേ നമുക്കുള്ളൂ, ഫോർവേഡ് റെസിസ്റ്റൻസും ഇൻപുട്ട് റെസിസ്റ്റൻസ് തന്ന ശേഷം നമുക്ക് എന്തായിരിക്കും, ഫീഡ്ബാക്ക് റെസിസ്റ്റൻസും ഇൻപുട്ട് റെസിസ്റ്റൻസ് തന്ന ശേഷം നമുക്ക് അതിന്റെ ഗെയിൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലോസ് ലൂപ്പ് ഗെയിൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതും ഓർത്ത് വയ്ക്കാം. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇറ്റ് ഈസ് കാൾഡ് കോമൺ മോഡ് ആൻഡ് ഡിഫറൻഷ്യൽ മോഡ് സിഗ്നൽസ്. Common mode and differential mode signals. Common mode and differential mode signals. അപ്പൊ എന്തായിരിക്കും കോമൺ മോഡ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇതിന്റെ റേഷ്യോ ഉണ്ട്, നമ്മൾ പറയാം. അപ്പം കോമൺ മോഡ് സിഗ്നൽ അതിന്റെ പ്രത്യേകത ആയിരിക്കും വരിക, ദാറ്റ് മീൻസ് ഇൻപുട്ട് ടു, ഇപ്പൊ നമുക്കറിയാം നമുക്ക് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഉണ്ട് അല്ലെ. ഒരു ഒപ്പ് ആമ്പിനെ സംബന്ധിച്ചിടത്തോളം ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഉണ്ട്. ഇൻപുട്ട് വോൾട്ടേജ് V1 ആണ്, V2 ആണ് അല്ലെ. എന്തായിരിക്കും, നമുക്ക് ഒരു ഔട്ട്പുട്ട് ആയിരിക്കും. ഔട്ട്പുട്ട് V0 ഈസ് ഈക്വൽ ടു A ഇൻറ്റു V1 മൈനസ് V2. എന്താണ് കോമൺ മോഡ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക, ഈ രണ്ട് V1 ആൻഡ് V2 അല്ലെ, V1 ഈസ് ഈക്വൽ ടു V2 രണ്ട് സിഗ്നൽ എന്തായിരിക്കും, ആർ ഇൻ ഫേസും അല്ലെ, ആർ ഇൻ ഫേസ് ആൻഡ് സെയിം മാഗ്നിറ്റ്യൂഡ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും പറയുക, അല്ലെങ്കിൽ എക്സാക്ട്ലി ഈക്വൽ എന്ന് പറയാൻ പറ്റും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്തായിരിക്കും സംഭവിക്കുക, നോക്കിയേ, ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ V0 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, V0 ഈസ് ഈക്വൽ ടു A ഇൻറ്റു V1 മൈനസ് V2 ആണ്. രണ്ട് സിഗ്നലും ഇതിനകത്ത് കൊടുക്കുന്ന സിഗ്നലും ഈ കൊടുക്കുന്ന സിഗ്നൽ രണ്ടും സെയിം ആകുമ്പോഴത്തേക്ക് എന്താ, ദേ വിൽ ക്യാൻസൽ ഈച്ച് അതർ. therefore നമുക്ക് കിട്ടും V0 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോ കോമൺ മോഡ് സിഗ്നൽ നോട്ട് ആംപ്ലിഫൈഡ് ബൈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. അപ്പൊ ഓർത്ത് വെക്കുക, ബിക്കോസ് ഇൻ കോമൺ മോഡ് സിഗ്നൽ നോട്ട് ആംപ്ലിഫൈഡ് ബൈ ആരാ, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണത്. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, കോമൺ മോഡ് സിഗ്നൽസ് ആർ നോട്ട് ആംപ്ലിഫൈഡ് ബൈ
ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. കാര്യം എന്തായിരിക്കും? ബിക്കോസ് കോമൺ മോഡ് സിഗ്നൽസ് ആർ എന്തായിരിക്കും? ആർ എക്സാക്ട്ലി ഇൻ ഫേസ് ആൻഡ് ഈക്വൽ സിഗ്നൽസ് ആണ്. അപ്പം നമുക്കറിയാം ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്താ ചെയ്യുന്നത്? A×V1 - V2 ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എന്തായിരിക്കും? രണ്ട് സിഗ്നലിന്റെ ഡിഫറൻസ് ആയിരിക്കും നോക്കുക. രണ്ട് സിഗ്നലും സെയിം മാഗ്നിറ്റ്യൂഡും എക്സാക്ട്ലി സെയിം ഫേസ് ആകുമ്പോഴത്തേക്ക് ദേ വിൽ ക്യാൻസൽ ഈച്ച് അതർ. അപ്പൊ എന്തായിരിക്കും? ഔട്ട്പുട്ട് ഓഫ് ദ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്തായിരിക്കും? 0 ആയിരിക്കും. Therefore we can say that it rejects the common mode signal എന്ന് പറയാൻ പറ്റും. ഡിഫറൻഷ്യൽ മോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? What is differential mode signal? Differential mode. Differential mode എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? The input to differential amplifier is input to differential. അപ്പൊ the differential amplifier ഇതാണെങ്കിൽ രണ്ട് ഇൻപുട്ട് ഉണ്ടാവും. ഒരു ഇൻപുട്ട് ഇൻ ഫേസ് ആയിരിക്കും, ഇതായിരിക്കും സോറി, രണ്ട് ഇൻപുട്ട് എന്തായിരിക്കും? ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും അല്ലെ? അപ്പോഴത്തേക്ക് എന്തായിരിക്കും പറയാ? V1 is equal to, ഇത് V1 ആണ്, V2 എന്തായിരിക്കും വരിക? V2 is equal to മൈനസ്, അല്ലെങ്കിൽ ഇത് എന്തായിരിക്കും? V1 is equal to -V2 നമുക്ക് പറയാൻ പറ്റും അല്ലെ? V1 V2 ഔട്ട്പുട്ട് V ഔട്ട്പുട്ട് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും V1 is equal to -V2 ആണ്. Therefore V output is equal to എന്തായിരിക്കും വരിക? A×V1 - V2 ആയിരിക്കും. Therefore A×V1 -V2 that is equal to 2V നമുക്ക് കിട്ടും അല്ലെ? A×2V എന്ന് കിട്ടും ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പൊ ഡിഫറൻഷ്യൽ മോഡ് സിഗ്നൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ അല്ലെ? ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ അക്സെപ്റ്റ് ഏതായിരിക്കും? ഡിഫറൻഷ്യൽ മോഡ് സിഗ്നൽ അല്ലെ? ആൻഡ് ഇറ്റ് റിജക്ട്സ് കോമൺ മോഡ് സിഗ്നൽ എന്ന് നമ്മൾ ഓർത്ത് വെക്കുക. അപ്പോ രണ്ടാമത്തെ, അപ്പം നമ്മൾ സമ്മറി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ അല്ലെ? ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആംപ്ലിഫൈ, ഇമ്പോർട്ടന്റ് ആണ്, ആംപ്ലിഫൈ ഡിഫറൻഷ്യൽ മോഡ് സിഗ്നൽ അല്ലെ? അടുത്തതായിരിക്കും വരിക ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ റിജക്റ്റ് കോമൺ മോഡ് സിഗ്നൽ. ഈ രണ്ട് പോയിന്റ് നമ്മൾ പറഞ്ഞു. അപ്പം നമ്മൾക്ക് ഇതെന്തുകൊണ്ടാണ് റിജക്ട് ചെയ്യുന്നത്? ബിക്കോസ് കോമൺ മോഡ് സിഗ്നൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് നോയിസ് സിഗ്നൽ ആണ്. കോമൺ മോഡ് സിഗ്നൽസ് ആർ നോയിസ് സിഗ്നൽസ് നമ്മൾ ഓർത്ത് വയ്ക്കാം. അപ്പം ആ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഓൾ നോയിസ് ആർ റിജക്റ്റഡ് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ നോക്കിയേ, കോമൺ മോഡ് ഗെയിനിന് വോൾട്ടേജ് ഗെയിൻ ഓഫ് ദി ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, ദാറ്റ് മീൻസ് ഇപ്പൊ ഞാൻ പറയുകയാണ് കോമൺ മോഡ് ഗെയിൻ, ഇഫ് കോമൺ മോഡ് ഗെയിൻ is represented by ACM and differential mode gain നമ്മൾ ഞാൻ ADM ഞാൻ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ the ratio of ADM to ACM is called CMRR അഥവാ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. വെരി വെരി ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്മെന്റ് ആണിത്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. കോമൺ മോഡ് എന്തായിരിക്കും? റിജക്ഷൻ റേഷ്യോ. That is ADM divided by ACM ആണ്. അപ്പം കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ദാറ്റ് മീൻസ് CMRR എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? CMRR is a high value. കാര്യം എന്താ? It rejects the common mode signal. It accepts only the differential mode signal. Therefore CMRR is equal to ADM divided by ACM നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ CMRR is the ability to reject the common mode ratio അല്ലെ? അല്ലെങ്കിൽ CMRR is the ability to is a ratio that shows the ability to reject the common mode signal. അല്ലെ? അതും ഓർത്ത് വയ്ക്കാം. ഇത് ഗെയിൻ ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? കോമൺ മോഡ് CMRR in dB is equal to dB ആണെങ്കിൽ 20 log ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ ഡിവൈഡ് ബൈ ഇതായിരിക്കും കോമൺ മോഡ് ഗെയിൻ. അതും ഓർത്ത് വയ്ക്കാം. സോ എന്താണ് ഡിഫറൻഷ്യൽ മോഡ്, എന്താണ് കോമൺ മോഡ്, അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് CMMR, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ? വെരി വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. എന്തായിരിക്കും? റേഷ്യോ ഓഫ് ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ ഡിവൈഡ് ബൈ കോമൺ മോഡ് ഗെയിൻ അല്ലെ? ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ ഡിവൈഡ് ബൈ കോമൺ മോഡ് ഗെയിൻ ആണ്. CMRRന്റെ വാല്യൂ എന്തായിരിക്കും? ഹൈ വാല്യൂ ആയിരിക്കും. കാര്യം ACMന്റെ വാല്യൂ, ബിക്കോസ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ റിജക്ട്സ് എന്തായിരിക്കും? കോമൺ മോഡ് അല്ലെ? അപ്പൊ നമുക്ക് പറയാൻ പറ്റും, നോർമലി നമുക്ക് പറയുന്നുണ്ട് എന്തായിരിക്കും? ACMന്റെ ഐഡിയൽ കേസ് ആണെങ്കിൽ ACM is equal to 0 ആണ് അല്ലെ? ഐഡിയൽ കേസ് ആണെങ്കിൽ കോമൺ മോഡ് ഗെയിൻ is equal to 0. പക്ഷെ എന്തായിരിക്കും? പ്രാക്ടിക്കലി നമുക്ക് പറയാൻ പറ്റും വെരി ലോ എന്ന് പറയാൻ പറ്റും. വെരി ലോ. ACM is equal to 0 ideally and practically it is very low.
സോ ഇത്രയാണ് നമുക്ക് ഒപ്പാമ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ബാക്കിയുള്ള ടോപ്പിക്സ് നമ്മൾ അടുത്ത പാർട്ടിൽ നമ്മൾ കവർ ചെയ്യും. സോ നിങ്ങൾ ഗോ ത്രൂ ചെയ്യുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, നമ്മൾ അനലോഗ് ഇലക്ട്രോണിക്സിന്റെ കുറച്ച് ഒരുവിധം നല്ലൊരു ടോപ്പിക് നമ്മൾ കവർ ചെയ്തെന്ന് തോന്നുന്നുണ്ട്. ഇത് നമുക്ക് പിന്നെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലും പവർ ഇലക്ട്രോണിക്സിലേക്ക് നമുക്ക് കയറണം. സോ താങ്ക് യു. ഡൗട്ട് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.